നമസ്കാരം, ധനുഷ് സ്പേസ് ടിപ്സിലേക്ക് സ്വാഗതം. ഇതൊക്കെയുള്ള പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 4 വരുന്ന നോട്ടിഫിക്കേഷൻസ് ആണ്. അതിലൊന്നാണ് ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ, കാറ്റഗറി നമ്പർ 233/24 ആണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. BSc കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. അതിന് മുമ്പ് ഇവിടെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെ എക്സാം ഡേറ്റ് 2/11/24 നവംബർ മാസം 2 തീയതിയാണ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെ വേരിയസിൻ്റെ എക്സാം വരുന്നത്. കൊല്ലം ജില്ല, പാലക്കാട് ജില്ല, വയനാട് ജില്ല, കാസർഗോഡ് ജില്ല. 535/23 കാറ്റഗറി നമ്പർ. അപ്പോൾ അതിലേക്കുള്ള എക്സാം LGSൻ്റെ എക്സാം 11/2/24 നടക്കുന്നുണ്ട്. നന്നായി പ്രിപ്പയർ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. അതുകൂടെ തന്നെ ഇപ്പോൾ 4 തീയതി അവസാനിക്കുന്ന PSc അപേക്ഷിക്കേണ്ടതാണ്. ബയോകെമിസ്റ്റ് അതിൻ്റെ കാറ്റഗറി നമുക്ക് നോക്കാൻ പറ്റും. ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എന്ന് പറയുമ്പോൾ 233 കാറ്റഗറി നമ്പർ. 4 തീയതി അവസാനിക്കുന്നു. ഇതെന്ന് പറയുമ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. യൂണിഫോം ഇല്ലാത്ത തസ്തികയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് അതിൽ തന്നെയുള്ള ക്രൈം ബ്രാഞ്ച് സെക്ഷനിലേക്ക് അല്ലെങ്കിൽ തെളിയിക്കപ്പെടേണ്ട കേസുകൾ, സംശയം തോന്നുന്ന കേസുകളിലേക്കൊക്കെ ഫിംഗർ പ്രിൻറ്റ് സെർച്ചർമാരുടെ ആവശ്യം ഉണ്ട്. അവിടെ നമ്മൾ കണ്ടില്ലേ ഇങ്ങനെ ഗ്ലാസ്സും ഒക്കെ പിടിച്ചിട്ട് ബോധക്കണ്ണടക്കപ്പോൾ നമ്മൾ കളിയാക്കല്ല. അപ്പോൾ അത് പ്രത്യേക ഒരു സെക്ഷനാണത്. അവർക്ക് മാത്രമാണെന്ത് അത് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. പോലീസ് വിങ്ങിൽ പ്രത്യേക നിർണായകമായ പദവി വഹിക്കുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ നമുക്ക് അതിൻ്റേതായ എല്ലാ ഒരു പ്രിവിലേജും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അതിനെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് പറയാം ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. പിന്നീട് ഇതിനു വേണ്ടി ട്രെയിനിങ് ലിസ്റ്റിൽ വന്നതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടി ട്രെയിനിങ് 6 മന്ത് അല്ലെങ്കിൽ 3 months ഓർ 6 മന്തിന് ട്രെയിനിങ് കിട്ടുന്നതായിരിക്കും. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് കടക്കുക. വളരെ നല്ലൊരു ജോബ് തന്നെയാണ് അല്ലേ. അപ്പോൾ ബാക്കി വരുന്ന സൂപ്പർവൈസർ, ഡെപ്യൂട്ടി മാനേജർ, ഫിനാൻസ്, സൈറ്റ്, അതുപോലെ വേറെ തസ്തികയുണ്ട് ഇവിടെ വരുന്നത്. സ്റ്റെനോഗ്രാഫറിനെ അയക്കാൻ പറ്റുന്നുണ്ട്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുണ്ട് അല്ലേ. ബോയ്സിനൊക്കെ അയക്കാൻ പറ്റും. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുണ്ട്. ദെൻ ജൂനിയർ കെമിസ്റ്റ്, മേസൺ. ദെൻ ലാസ്റ്റ് ഒരു എക്സാം സീപ്പർ ഫുൾ ടൈം ഉണ്ട്. അതും അല്ലേ 10ാം ക്ലാസ് വരെയുള്ളവർക്ക് നമുക്ക് അയക്കാൻ പറ്റുന്നൊരു പോസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫിംഗർ പ്രിൻറ്റ് സെർച്ചറിൻ്റെ എന്ന് പറയുമ്പോൾ BSc ആണ്. അതിൻ്റെ ഒരു വിഷൻ്റെ കാര്യം കൂടി, കാഴ്ചയുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. നമുക്കതുകൂടി നോക്കാം. ഇതാ കണ്ട് ലാസ്റ്റ് ഡേറ്റ്, ഗസറ്റ് ഡേറ്റ് ഉണ്ട്, ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. കാറ്റഗറി നമ്പർ നോക്കുക 233 ഓർത്തിരിക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് പോലീസാണ്. നെയിം ഓഫ് പോസ്റ്റ് ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ. സ്കെയിൽ ഓഫ് പേ 43 500 to 91 200 സ്കെയിൽ ഓഫ് പേ. പ്രതീക്ഷിക്കാവുന്ന ഒഴിവുകളാണ്. ഡയറക്റ്റ് ഏജ് 18-36 ഉണ്ട്. അതുപോലെ അവിടെ റിലാക്സേഷൻ ഉള്ളവർക്കും ഉണ്ട്. ഓക്കെ, SC/ST റിലാക്സേഷനുള്ള ഇതുമുണ്ട്. അപ്പോൾ BSc കെമിസ്ട്രി അല്ലെങ്കിൽ BSc ഡിഗ്രി കെമിസ്ട്രി ഫിസിക്സ് ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷന്. പിന്നീട് വിഷൻ്റെ കാര്യത്തിൽ വിഷൻ്റെ ഇത് പാലിക്കുക. സാധാ ഐ വിഷൻസ് ഉള്ളവർക്കെല്ലാം തന്നെ യോഗ്യതയാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇതോടൊപ്പം ഹാജരാക്കേണ്ടതുണ്ട്. അപേക്ഷിക്കുമ്പോൾ നമുക്ക് അപേക്ഷിക്കാം. പിന്നീട് ഇത് ഹാജരാക്കിയാലും മതിയാവുന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും തന്നെ അപേക്ഷിക്കുക. ലാസ്റ്റ് സെപ്റ്റംബർ 4 അപേക്ഷ അയയ്ക്കുക. ഇപ്പോൾ LDC എക്സാം എഴുതി കഴിഞ്ഞവരും അപേക്ഷകൾ അയയ്ക്കുക. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വരും, പ്രതീക്ഷിക്കാം. ഓക്കെ, അതൊക്കെ വന്നു പൊക്കോട്ടെ. നമ്മൾ പ്രതീക്ഷ എല്ലാം അയയ്ക്കുക. വീണ്ടും പരീക്ഷ എഴുതുക. ജോലി കിട്ടുന്നവരെയും പരീക്ഷ എഴുതുക. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.